നമസ്കാരം ലീഡേഴ്സ്. ഇത് നെഗറ്റീവ് ഗ്രൂപ്പിൽ വന്ന വോയിസ് നമുക്കെതിരെ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഏകദേശം വിജയത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്, മനസ്സിലായ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ചെയ്തോളാൻ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ടോപ്പ് ലെവലിൽ നിന്നും വന്നിട്ടുണ്ട്. നേരത്തെ ഇത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് നമുക്ക് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതികരിക്കാം. നമ്മുടെ പൈസ കിട്ടാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഇതാണ്. നമ്മൾ മുഖ്യമന്ത്രിക്ക് ഒരു ലെറ്റർ വിടുന്നു. കാരണം അത് എങ്ങനെ ഓരോ നാട്ടിൽ നിന്നും ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ചാ വിഷയമാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് ലെറ്റർ എല്ലാം മറ്റേ ഇല്ലെങ്കിൽ പോകുമ്പോൾ CM പോകുമ്പോൾ അപ്പോൾ ഇവർ സീൽ ചെയ്യാൻ മറ്റുള്ള ആൾക്കാർക്ക് കുറേ എണ്ണം CM പോകുന്നുണ്ടല്ലോ ലെറ്റർ. അവിടെ നമ്മുടെ താലൂക്ക്, അതായത് നമ്മുടെ വില്ലേജ് അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതവിടെ നിന്ന് താലൂക്ക് അടിസ്ഥാനത്തിൽ, അതിൻ്റെ ജില്ലാ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മറ്റേ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ അത്രത്തോളം സാധനങ്ങൾ ഒരേ അഡ്രസ്സിൽ തന്നെ പോകുമ്പോൾ അത് അവിടങ്ങളിൽ ചർച്ചാ വിഷയമാകും. അത് പത്ര ന്യൂസായി വരാനും സാധ്യത വളരെ കൂടുതലുണ്ട്. ഓക്കെ, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ എല്ലാവരും 2 ദിവസങ്ങൾ കൊണ്ട് ചെയ്ത് തീർക്കാനാണ്. നമുക്ക് എന്താണ് നമ്മുടെ കമ്പനി തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ലേ. ഒരു 2 രൂപയുടെ ഒരു ഇല്ലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ മാറ്റർ ഞാൻ ഇട്ട് തരാം. ആ മാറ്ററിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ആ മാറ്റർ തന്നെ ഇടണമെന്നില്ല, നിങ്ങളുടേതായ ഭാഷയിൽ അത് കൈകാര്യം ചെയ്യാം. ഇതൊരു ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ മാക്സിമം അതെങ്കിലും ചെയ്തിട്ട് ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ അതിനകത്ത് കാണിച്ചിട്ടുള്ള ഫോൺ നമ്പർ കൂടി ചിലപ്പോൾ 1 2 അതായത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യരുത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇവിടുത്തെ കോളുകളും കാര്യങ്ങളൊക്കെ വരും. ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളുടെ പേരും വെച്ചിട്ട് നമ്മൾ കുറേ അങ്ങോട്ട് എഴുതി ഉണ്ടാക്കണം. ജെനുവിനായിട്ട് മാത്രം നമ്മൾ, ജെനുവിൻ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ നല്ല രീതിയിൽ, കാരണം അതൊരു വൃത്തിയായിട്ട് ഗ്രൂപ്പാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ എഴുതി ചേർത്തുണ്ടാക്കിയാൽ മതി. ഓക്കെ, ഞാനപ്പോൾ മാറ്ററും വിട്ടുതരാം. ഓക്കെ, താങ്കൾ ഉദ്ദേശിച്ചത് ബൈനറി സിസ്റ്റമാണ്, ആൾക്കാരെ ചേർത്ത് പൈസ അടിക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ഒരു പരിപാടി എന്നെക്കുറിച്ച് എനിക്ക് അറിവില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം, നിങ്ങൾ അതിൻ്റെ അനുഭവസ്ഥനാണെങ്കിൽ നിങ്ങൾ അതെന്താണ് ആ പരിപാടി എന്താണെന്നൊന്ന് ഇവിടെ പറഞ്ഞാൽ കൊള്ളാം. ഞാനെന്തായാലും അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തില്ല. ഞാൻ ഹൈറിച്ചിൻ്റെ ബേസിക് പ്ലാനിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഡിജിറ്റൽ കൂപ്പൺ പർച്ചേസ് ചെയ്തു. എനിക്ക് ഡിജിറ്റൽ റെസിപ്റ്റ് ഉണ്ട്. ഞാനത് കൊടുത്തിരിക്കുന്നത് ബാങ്കിലേക്കാണ്. എൻ്റെ ക്യാഷ് ഞാൻ അയച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഹൈറിച്ചിൻ്റെ. എനിക്ക് തിരിച്ച് വരുമാനം വന്നതും ബാങ്ക് അക്കൗണ്ടിലേക്ക്. നിമിഷ നേരം കൊണ്ട് ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് ഇതിൻ്റെ ഇടാൻ അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ചെയ്യൂട്ടോ. ഹലോ ഡിയർ പാർട്ട്നേഴ്സ്. അപ്പോൾ ഇന്ന് ഈ ഒരു അഡ്മിൻ പാനലിൻ്റെ ഫോട്ടോ ഞാൻ ഇടാനുള്ള കാരണം, ഇന്ന് നമ്മുടെ ഹൈറിച്ചിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പേര് അവർക്ക് പറയാനുള്ള കാര്യം, ഈ ഹൈറിച്ച് ജെനുവിൻ ഗ്രൂപ്പിൽ കയറുകയും നമ്മൾ എന്താ പറയണ്ടേ ആരോഗ്യപരമായി അവരുമായിട്ട് സംവദിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നസീർ എന്ന് പറയുന്ന ഇതിൻ്റെ അഡ്മിൻ ആയിട്ടുള്ള ആൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയും ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് ഒഴിവായി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്, ബിഗ് കൺഗ്രാജുലേഷൻസ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. என் கொடி பறக்க வேண்டிய இடத்துல வேற எவன் கொடிடா பறக்கும்?